പച്ചയണിഞ്ഞ വയലിന് നടുവിലൂടെ അനുഗ്രഹം ചൊരിഞ്ഞ് വേടൻ്റെ യാത്ര. ഒപ്പം ചെണ്ടകൊട്ടി വേടൻ പാട്ടിൻ്റെ അകമ്പടിയും. സാധാരണ വീടുകളിലേക്കാണ് വേടൻ എത്തുന്നതെങ്കിൽ ഇവിടെ ചെറിയൊരു മാറ്റമുണ്ട്. പച്ചയണിഞ്ഞ നെൽവയലിൻ്റെ വരമ്പിലൂടെ ചുവന്ന പട്ടുടുത്ത് മെയ്യാഭരണങ്ങൾ അണിഞ്ഞ് തിരുമുടിയിൽ നാഗബിംബവുമായി വരുന്ന വേടൻ. കർക്കിടകത്തിൽ മുൻപൊക്കെ നാട്ടിൻപുറങ്ങളിലെ വീടുകളിലേക്ക് വേടൻ വരുന്നത് നിത്യകാഴ്ചയായിരുന്നു. എന്നാൽ ഈ യാത്ര കർക്കിടക മാസത്തിൻ്റെ ആധിയും വ്യാധിയും അകറ്റാൻ വീടുകളിലേക്കല്ലെന്ന് മാത്രം. അന്യം നിന്നു പോകുന്ന ഈ അനുഷ്ഠാന കലാരൂപത്തെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിനു വേണ്ടി വേശാല ഈസ്റ്റ് LP സ്കൂളിൽ പുനരാവിഷ്കരിച്ചതാണ്. യുദ്ധങ്ങൾ പലതും ചെയ്ത് തണ്ടകരി വേണ്ട പിടിച്ചിട്ടങ്ങടങ്ങിക്കൊണ്ട് ആലയപിടിച്ചങ്ങുകൾ ഭാഗത്തെറിയുന്ന ചന്ദ്രക്കലയുമേ തിരുനെറ്റിക്കുറിയും കണ്ട് ഭഗവാന് തിരുവേഷം അറിഞ്ഞതില്ല. എന്റെ തിരുവേഷം ഒരു തിറങ്ങറിയോറുണ്ടോ? ഞാനുമാറ്റയും കൊടുത്താനോ വരമീശന്താൻ, ആശുപദാർത്ഥവും കൊടുത്താനോ വരമീശന്താൻ, മോക്ഷത്തെ കൊടുത്ത പോലെ സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിലാണ് വേടനെ പുനരാവിഷ്കരിച്ചത്. കത്തിച്ച വിളക്കിനെയും അരിനിറച്ച നിറനാഴിയെയും വണങ്ങി വേടനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ചെണ്ടകൊട്ടി പാട്ടുപാടുന്നു. വേടൻ കെട്ടിയാടാൻ അവകാശമുള്ളവർ മറ്റ് തൊഴിലുകളിലേക്ക് മാറുകയും ഗ്രാമങ്ങളിലെ കൃഷി അന്യമാവുകയും ഗ്രാമം പട്ടണമായി മാറുകയും ചെയ്തതോടെ ഇതുപോലുള്ള ആചാരങ്ങളെല്ലാം ചുരുങ്ങിയ ഇടങ്ങളിൽ മാത്രമായി മാറുകയാണ്. സ്കൂൾ വിദ്യാർത്ഥി അനുഗ്രഹാണ് വേടനെ അവതരിപ്പിച്ചത്. SP മധുസൂദനൻ ആടിവേടൻ്റെ പുരാവൃത്തം കുട്ടികൾക്ക് പരിചയപ്പെടുത്തി. ഏത് മാസം? മലയാള മാസം കർക്കിടക മാസം. അപ്പോൾ കർക്കിടക മാസത്തിൽ എപ്പോഴും മഴയും പട്ടിണിയും ഒക്കെ ആയിരുന്നു പണ്ടത്തെ കാലത്ത്. ഇപ്പോഴത്തെ കാലത്ത് പിന്നെ നിങ്ങൾക്ക് പട്ടിണിയോ അല്ലെങ്കിൽ ഭക്ഷണം കിട്ടാത്ത വിഷമമൊന്നും നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പണ്ടത്തെ കാലത്ത് വല്ലാത്ത പട്ടിണിയും ദാരിദ്ര്യമായിരുന്നു. ആൾക്കാർക്കൊന്നും പണിക്ക് പോകാൻ പറ്റുകയില്ല, വീട്ടിൽ ഭക്ഷണം ഉണ്ടാവുകയില്ല. അപ്പോൾ അന്നത്തെ കാലത്ത് ആദിയും വ്യാധിയും അകറ്റാൻ വേണ്ടിയിട്ട് വീടുകൾ തോറും ആടിവേട തെയ്യം കെട്ടിയാടുമായിരുന്നു. അപ്പോൾ പുതിയ കാലത്ത് കുട്ടികളൊന്നും ഇതിനോട് താല്പര്യമില്ലാത്തവരായി, സമയമില്ലാത്തവരായി. ഇതൊരു അനുഷ്ഠാന കലാരൂപമാണ്. ഒരു പ്രത്യേക വിഭാഗക്കാർ ആടി കെട്ടുന്നത് വണ്ണാൻ സമുദായക്കാരും വേടൻ കെട്ടുന്നത് മലയ സമുദായക്കാരും പണിക്കന്മാർ അവരാണ് ഈ തെയ്യം കെട്ടി വീട്ടിലൊക്കെ വന്ന് അന്നത്തെ അവരുടെ ദാരിദ്ര്യം നീക്കാൻ വേണ്ടിയിട്ട് ചക്കക്കുരു, ഉപ്പ്, മുളക് തുടങ്ങി ഒരു മാസത്തേക്കുള്ള കാര്യങ്ങൾ ഓരോ വീട്ടിലും കയറി അവർക്ക് ദക്ഷിണയായിട്ട് ഓരോ വീട്ടുകാരും കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. ഇപ്പോഴതിനൊന്നും ആൾക്കാർക്ക് സമയമില്ലാത്തതുകൊണ്ട് തന്നെ അനുഷ്ഠാന കലാരൂപം നമ്മുടെ നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്തു നിന്ന് മാറിപ്പോവുകയാണ്. രജീഷ് പുതുക്കുളങ്ങര, K അനീഷ് പണിക്കർ ചമ്പാട്, C പ്രദീപ് പണിക്കർ കണ്ണാടിപ്പറമ്പ് എന്നിവരാണ് അണിയറ പ്രവർത്തകർ. പ്രധാനാധ്യാപിക M പ്രവിത, അധ്യാപകരായ MM വിജയകുമാരി, P മേഘ, K നിവേദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള 100% വിജയചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ITI. സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് 4.5 പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം. കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് NCVT സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ITI. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ, KGCE ഈവനിംഗ് ബാച്ചുകൾ, 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, 50% ഫീസ് ഇളവോട് കൂടിയ സ്കോളർഷിപ്പുകൾ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മോഡേൺ ITI, ഓപ്പോസിറ്റ് ചേംബർ ഹാൾ, കാൽടെക്സ്, കണ്ണൂർ.